തെരഞ്ഞെടുപ്പിൽ തോറ്റ ചില ഇടതിൻ്റെ മുഖങ്ങളെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ്സുകാർ ചില വ്യാജ പ്രൊഫൈലുകളുടെ മറവിലിരുന്ന് ആക്ഷേപിക്കുന്നുണ്ട്. അതിലൊരാളാണ് കുന്നുകുഴി വാർഡിൽ മത്സരിച്ച് തോറ്റ IP ബിനു എന്ന വ്യക്തി. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പോരാളി വാസു എന്ന പേജിലും മറ്റ് ചിലയിടങ്ങളിലൊക്കെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. നിങ്ങളൊന്ന് കാണണം. ഫോട്ടോ അല്ല, ഒരു പോസ്റ്റ് ഉണ്ട്. ഇങ്ങനെയാണ് ആ പോസ്റ്റ്. ഇവനെപ്പോലുള്ള ലോക്കൽ ഗുണ്ടകളെയൊക്കെ അടിച്ച് വീട്ടിലിരുത്തിയ ജനങ്ങൾ എത്ര വലിയവരാണ്. ഇവനൊക്കെ അധികാരം കിട്ടിയാൽ അവിടെ വലിയ അപകടമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു എന്നതിൽ വലിയ സന്തോഷം. BDAരിയുടെ ഡിങ്കിരി 18 നിലയിൽ തോറ്റു. പിണറായിയേക്കാൾ പവറായിരുന്നു ഈ റോക്കറ്റിന്. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സെന്റൻസ് എടുക്കാം. പിണറായിയേക്കാൾ പവറായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രശ്നം എവിടെയാണ്? അവിടെയാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നവരെ പരിഹസിക്കുക, അല്ലെങ്കിൽ അവരെ അപമാനിക്കുക, അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശം പറയുക എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൊതുവേ ചെയ്യാറില്ല. എത്ര പേര് ജയിച്ചവരുണ്ട്, തോറ്റവരാരെക്കുറിച്ചും ആക്ഷേപിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് തന്നെ നിങ്ങൾ ഒരു സ്കൂൾ കുട്ടി പറഞ്ഞവർ, തോറ്റവരെ നമ്മൾ എന്ത് ചെയ്താതിരിക്കുക, പരമാവധി പരിഹസിക്കാതിരിക്കുക. ഇതൊരു ജനാധിപത്യത്തിൽ ജനങ്ങളുടെ തിരഞ്ഞെടുക്കലാണ്. ഒരാൾക്ക് വിജയവും ഒരാൾക്ക് പരാജയവും ഉണ്ടാവും, സ്വാഭാവികം. പക്ഷേ ഗുണ്ടകൾ, ക്രിമിനലുകൾ, കാര്യം ഇവരൊന്നും തറവാട്ടിൽ ജനിച്ചവരല്ല. ഇവർക്കൊന്നും കുടുംബ പശ്ചാത്തലമോ മഹിമയോ ഉണ്ടാകില്ല. പക്ഷേ ഈ ഇരുന്ന് ഡയലോഗ് അടിച്ചു വിടുന്നവന്മാരുണ്ടല്ലോ, അവനേക്കാളുള്ള മഹത്വമുണ്ട്. എന്താണെന്നറിയോ? അവർ ഈ നാട്ടിലെ ഒരുപാട് മനുഷ്യർക്ക് തണലായിരുന്നു. അവരുടെ ജീവിതങ്ങൾ കരുപിടിപ്പിക്കാനോ ജീവിതങ്ങളിൽ പ്രതിസന്ധി നേരിട്ട സന്ദർഭങ്ങളിലെല്ലാം അവർ ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ പേര് കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് അറിയാൻ പറ്റുന്നത്. മറ്റത് PR പണി കൊണ്ട് ഒപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളല്ലല്ലോ. നേരത്തെ തന്നെ തലസ്ഥാനത്ത് IP ബിനു എന്ന പേര് എല്ലാവർക്കും, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ആരുടെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രദ്ധാകേന്ദ്രങ്ങളാണ്, മുഖങ്ങളാണ്. അവരെയൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഗുണ്ടകൾ, അക്രമികൾ. കാര്യം എന്താണ്? കേരളത്തിലെ സംഘപരിവാർ മനസ്സുള്ള മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന കൂലിയെടുത്ത് നടത്തുന്നവർക്കെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ചിലർ അവർ ഏതെങ്കിലും വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചാൽ അവർ ക്രിമിനലാകും, ഗുണ്ടയാകും. ശരിയാണെന്നേ, പാർട്ടി ചില സന്ദർഭങ്ങളിൽ പ്രതിസന്ധിയിലായപ്പോൾ പ്രതിരോധമായി നിന്നവനാണ്, അതുകൊണ്ട് ഗുണ്ടയാകും.